ഹായ് ഓൾ, വെൽക്കം ടു ഹോംലി പ്രോഫിറ്റ്സ്. 1 മിനിറ്റ് സ്കാൽപ്പിങ്ങിൽ എൻ്റെ ചാലഞ്ചിൻ്റെ സെക്കൻഡ് വീക്കാണ്. അപ്പം ഈ വീക്ക് സ്റ്റാർട്ട് ചെയ്തത് ജൂൺ 15-നാണ്. അപ്പം 15-ന് ഇപ്പം അതിന് മുമ്പ് ഞാൻ എൻ്റെ കലണ്ടർ ഒന്ന് കാണാം. അപ്പോൾ കലണ്ടർ നോക്കുകയാണെങ്കിൽ ഈ വീക്കാണ്. ഈ വീക്കിൽ 15-ന് ഞാൻ എൻട്രി എടുത്തിരുന്നു. 16 എക്സ്പയറി ഡേ ആണ്. എക്സ്പയറി ഡേയിൽ ഞാൻ ഈ വീക്കിലും ഞാൻ എൻട്രി ഒന്നും എടുത്തിട്ടില്ല. പിന്നെ വെനസ്ഡേ എടുത്തിരുന്നു, തേഴ്സ്ഡേ എടുത്തിരുന്നു. ഫ്രൈഡേ ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് ഫ്രൈഡേയും എടുക്കാൻ പറ്റിയില്ല. അപ്പം ലാസ്റ്റ് വീക്ക് നോക്കുകയാണെങ്കിൽ 3 ഡേയ്സാണ് ഞാൻ ടോട്ടൽ ട്രേഡ്സ് എടുത്തിരിക്കുന്നത്. അത് എങ്ങനെ ഇപ്പം ഇതിൽ തന്നെ മനസ്സിലാവും, എനിക്ക് വെനസ്ഡേ ലോസ് ആയിരുന്നു. അപ്പം ബാക്കി എത്ര ട്രേഡ്സ് എടുത്തു, ഏതൊക്കെയായിരുന്നു ലോസ് എന്നുള്ള ഒരു സമ്മറിയാണ് ഞാൻ ഇതിൽ പറയുന്നത്. എന്നോട് ഒരാൾ ചോദിച്ചിരുന്നു ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന്. ഞാൻ ഓൾറെഡി അന്ന് പറഞ്ഞിരുന്നു. 3 ഇൻഡിക്കേറ്റേഴ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. VWAP, 20 മൂവിങ് ആവറേജ്, 9 മൂവിങ് ആവറേജ്. ഇതിൽ VWAPലെ സെറ്റിങ്സിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ ഞാൻ ഡിഫോൾട്ട് ആയിട്ടുള്ള സെറ്റിങ്സ് തന്നെയാണ്. ഞാൻ ഒരു മാറ്റവും ഇതിൽ വരുത്തിയിട്ടില്ല. ഇനിയിപ്പം 20 മൂവിങ് ആവറേജ് എടുക്കുകയാണെങ്കിൽ അപ്പം ഇൻപുട്സ് 20 കൊടുത്ത് സോഴ്സ് ക്ലോസ് ഇത് നോർമൽ ഇത് തന്നെയാണ്. ഇതിലും ഞാൻ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഇനി മൂവിങ് ആവറേജ് 9 ആണെങ്കിലും അതിൽ ഇൻപുട്സ് ഇവിടെ 9 കൊടുത്തു, ലെങ്ത്ത് 9, സ്മൂത്തിങ് ലെങ്ത്ത് 9, സോഴ്സ് ക്ലോസ്. വേറെ ഇവിടെ സ്മൂത്തിങ് ലൈന് SME ആണ് കൊടുത്തിരിക്കുന്നത്. വേറെ ഇതിൽ സെറ്റിങ്സിലൊന്നും ഞാനൊരു മാറ്റം വരുത്തിയിട്ടില്ല. അപ്പം നിങ്ങൾക്ക് സെറ്റിങ്സ് ചോദിച്ചുകൊണ്ട് ഞാനത് എടുത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഫസ്റ്റ് ഇപ്പം 15-ാം തീയതി മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത് നല്ല ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത്. ഓപ്പൺ ആയ ഇതിൽ നിന്ന് തന്നെ മാർക്കറ്റ് ഒന്ന് ഡൗൺ അടിച്ചു, വീണ്ടും VWAPന് മുകളിൽ കയറി. അപ്പം ഞാൻ ഒരു ലോങ് സെറ്റപ്പ് ആയിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു ഏരിയയിൽ നിന്ന് എനിക്ക് കയറാൻ പറ്റിയില്ല. ഞാൻ കയറിയത് ഈ ഒരു പോയിന്റിലാണ് ഞാൻ എൻട്രി എടുത്തത്. 10.56 ഈ ഒരു ലെവലിലെത്തിയതിന് ശേഷമാണ് ഞാൻ എൻട്രി എടുത്തത്. 10.56, 10.57 ഈ ഒരു ക്യാൻഡലിനെ കട്ട് ചെയ്യുന്ന ഈ പോയിന്റിലാണ് ഞാൻ എൻട്രി എടുത്തത്. അപ്പോൾ ഞാൻ എൻ്റെ ഇത് ജേർണലിങ്ങിൽ നോക്കുകയാണെങ്കിൽ 15-ാം തീയതി ഇത് 10.57-നാണ് ഞാൻ കോൾ എടുത്തത്. 10.57-ന് കോൾ എടുത്തു. പക്ഷേ ഈ ഒരു ക്യാൻഡിൽ തന്നെ അത് റിവേഴ്സായി. ഈ ഒരു പോയിന്റിൽ അത് റിവേഴ്സായി. പക്ഷെ കയറിയ പാട് ഞാനത് 20 വരെ ഞാൻ വെയിറ്റ് ചെയ്തു. കാരണം ഒരു ലോങ് മൂവ് ആണ് ഞാനന്ന് എക്സ്പെക്റ്റ് ചെയ്തത്. അതുകൊണ്ട് ഞാനൊരു 20 വരെ ഞാനത് ഹോൾഡ് ചെയ്തു. ഒരു 10.11 ഈ ഒരു ക്യാൻഡിൽ 10.12-ൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഈ 10.11-ൻ്റെ ക്യാൻഡിലിനെ കട്ട് ചെയ്തപ്പോഴാണ് ഞാൻ എക്സിറ്റ് ആയത്. അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. 11.2-ൻ്റെ ക്യാൻഡിലിൽ ഇതാണ് 11.2-ൻ്റെ ക്യാൻഡിലാണ് ഞാൻ എക്സിറ്റ് വന്നത്. അപ്പോൾ എനിക്കിതിലൊരു അത്യാവശ്യം നല്ലൊരു ലോസ് ഇതിൽ പോയിരുന്നു. അപ്പം അതാണ് എൻ്റെ ഫസ്റ്റ് ട്രേഡ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും മാർക്കറ്റ് VWAPന് താഴെ വന്ന് ഞാൻ എടുക്കുമ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞു, ഞാൻ VWAP 2 മൂവിങ് ആവറേജസ്. അപ്പം ലോങ് ആണെങ്കിൽ മൂവിങ് ആവറേജസിന് മുകളിലും, ഷോർട്ട് ആണെങ്കിൽ VWAP മൂവിങ് ആവറേജസ് ൻ്റെ താഴെ. ഷോർട്ട് ആണെങ്കിൽ ഇതിൻ്റെ താഴെയും, ലോങ് ആണെങ്കിൽ ഈ 3 ഇൻഡിക്കേറ്റേഴ്സിൻ്റെ മുകളിലുമാണ് എൻ്റെ ഒരു സെറ്റപ്പ് വരുന്നത്. അപ്പം അതിനുശേഷം ഇത് VWAPന് താഴെ വന്നു കഴിഞ്ഞപ്പം പിന്നെ എൻ്റെ എൻട്രീസ് പിന്നെ ഷോർട്ടാണ്. ഷോർട്ട് നോക്കുമ്പം ഈ ഒരു ലെവൽ, ഇപ്പം ഇതിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവലിന് താഴെ ഇവിടെ ഈ ഒരു ഏരിയയ്ക്ക് താഴെ എനിക്ക് അടുത്ത ഒരു പുൾ ബാക്ക് കിട്ടിയപ്പോഴാണ് ഞാനിവിടെ അടുത്ത എൻട്രി എടുത്തത്. അപ്പോൾ എൻ്റെ അടുത്ത എൻട്രി വന്നത് ഈ ഒരു പോയിന്റിലാണ്. അവിടെ നോക്കുകയാണെങ്കിൽ 12.14-നാണ് ഞാൻ അടുത്ത എൻ്റെ എൻട്രി എടുത്തത്. ഈ ഒരു പോയിന്റിൽ 12.14-ന് ഈ ഒരു ക്യാൻഡിൽ വീണ്ടും തിരിച്ച് താഴേക്ക് പോകാമെന്ന് തോന്നിയപ്പോൾ ഈ 12.14-നാണ് എൻ്റെ അടുത്ത എൻട്രി ട്രിഗർ ആയത്. അപ്പം ഇതിലെനിക്ക് നേരത്തെ വന്ന ഒരു ലോസ് ഞാൻ കോമ്പൻസേറ്റ് ചെയ്ത് ഈ ഒരു ചെറിയൊരു പിൻബാർ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഈ ഒരു 12.20-ന് തന്നെ ഞാൻ ഈ ട്രേഡ് എക്സിറ്റ് ആവുകയാണ് ചെയ്തത്. അപ്പം എനിക്ക് ഇവിടെ ഒരു ലോസ് വന്ന ആ എമൗണ്ട് ഞാൻ ഇതിൽ കോമ്പൻസേറ്റ് ചെയ്തു. ആ ഒരു പോയിന്റിൽ ഞാൻ ഒരു ചെറിയൊരു പോയിന്റ് കൂടി കിട്ടിയപ്പോൾ ഞാൻ അവിടെ എക്സിറ്റ് ആയി. അതൊരു എന്താ പറയുക, എൻ്റെ ലോസ് കോമ്പൻസേറ്റ് ചെയ്തു എന്ന് മാത്രമേ എനിക്കതിൽ പറയാൻ പറ്റുള്ളൂ. പിന്നെ എൻ്റെ ഒരു ചാർജും അതിനുശേഷം
പിന്നെ മൂവിങ് ആവറേജിന് ക്രോസ് ചെയ്തിട്ടായിരുന്നു മൂവ്മെൻറ്റ്സ്. പിന്നെ ഈ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ ഒരു പോയിന്റിൽ 149 അല്ലെങ്കിൽ ഈ 152 ആ ഒരു പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ വീണ്ടും അതൊരു ഡൗൺ അടിക്കുന്ന ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഇവിടെ ഒരു എൻട്രി എടുത്തു. ഈ ഒരു 151 ആ ഒരു റേഞ്ചിൽ ഞാൻ അടുത്ത എൻ്റെ ഒരു മൂന്നാമത്തെ ട്രേഡ് ഞാൻ എടുത്തു. പക്ഷേ ഈ മൂന്നാമത്തെ ട്രേഡ് ഈ ഒരു മൂവിൽ ഒരു പോയിൻറ്റ്സ് ഒരു 10% ഒക്കെ പോയിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ എനിക്കത് എക്സിറ്റ് ആവാൻ പറ്റിയില്ല. ഞാനത് വിചാരിച്ച് താഴെ പോകുന്ന വെച്ച് ഞാൻ ഹോൾഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞപ്പം ഒരു 155 ഒക്കെ എത്തിയപ്പം എനിക്കത് കോസ്റ്റ് ആയി. അപ്പം അത് റിവേഴ്സൽ ആവുമെന്ന് എനിക്ക് ആ പ്രീമിയം നോക്കിയപ്പോൾ മനസ്സിലായതുകൊണ്ട് ഞാൻ ഈ കോസ്റ്റിൽ തന്നെ ഈ 155ൽ ഞാനത് എക്സിറ്റ് ആവുകയാണ് ചെയ്തത്. അപ്പം ഇതിൽ നോക്കുകയാണെങ്കിൽ 151ലാണ് ഞാൻ എൻട്രി എടുത്തത്, 155ൽ ഞാൻ എക്സിറ്റ് ആവുകയും ചെയ്തു. അപ്പം അതിലും എനിക്കൊരു കോസ്റ്റ്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും 69ലാണ് ഞാൻ മേടിച്ചത്, ഇവിടെ 69.55 തന്നെ ഞാൻ എക്സിറ്റ് ആയി. ഇത് ഫസ്റ്റത്തെ ട്രേഡിൽ എനിക്ക് 130ൽ കിട്ടി. ഒരു ഞാൻ അത് എക്സിറ്റ് വന്നത് എനിക്ക് ലോസ് വന്നത് ഒരു 10-12 പോയിന്റ് പോയി. ആ പോയിന്റ് ഞാൻ ഈ ഒരു ട്രേഡിൽ കോമ്പൻസേറ്റ് ചെയ്തു. അപ്പം ഞാൻ ടോട്ടൽ 3 ട്രേഡ്സ് ഇപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ടോട്ടൽ ട്രേഡ്സിൽ 6 കാണിക്കുന്നത് ബൈയും സെല്ലിങ് എല്ലാം കൂടിയിട്ടാണ്. അപ്പോൾ ടോട്ടൽ ഒരു 3 ട്രേഡ്സ് ഞാൻ എടുത്തു. ആ 3 എണ്ണത്തിൽ ഒരെണ്ണം കോസ്റ്റ്, ഒരെണ്ണം വർക്കായി, ഒരെണ്ണം ലോസായി. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ എനിക്ക് അന്ന് എൻ്റെ ചാർജ് കഴിഞ്ഞിട്ട് എനിക്ക് എന്താ പറയുക, ഒന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതെനിക്കൊരു മൈനസ് ആയിട്ട് തന്നെയായിരുന്നു എനിക്കിന്ന് പോയത്. ലോസ് ഉണ്ടായിരുന്നില്ല, പ്രോഫിറ്റും ഉണ്ടായിരുന്നില്ല. അത് എനിക്കൊരു കോസ്റ്റ് ഡേ ആയിരുന്നു എനിക്ക് 15-ാം തീയതി. ഇനി 16-ാം തീയതി ഞാൻ ട്രേഡ്സ് ഒന്നും എടുത്തില്ലെന്ന് എക്സ്പയറി ഡേ ആയിരുന്നു. 17-ാം തീയതി നോക്കാം. 17-ാം തീയതി ചാർട്ട് നോക്കാം നമുക്ക്. 17-ാം തീയതി നോക്കുകയാണെങ്കിൽ 17 ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിട്ട് തന്നെയാണ് ഓപ്പണായി നമുക്കൊരു ലോങ് മൂവ് സ്റ്റാർട്ട് ചെയ്യായിരുന്നു ചെയ്തത് ഫസ്റ്റ്. പക്ഷെ ഞാൻ ഇവിടെ മോർണിംഗിലൊന്നും ഞാൻ ട്രേഡ്സ് എടുത്തില്ലായിരുന്നു. ഞാൻ ഫസ്റ്റ് എൻ്റെ ട്രേഡ്സ് വന്നത് ഞാൻ ഈ VWAPന് താഴെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു പോയിന്റിൽ കയറേണ്ടതായിരുന്നു. പക്ഷെ അതെനിക്ക് കയറാൻ പറ്റിയില്ല. അപ്പം ഞാനത് കഴിഞ്ഞ് വീണ്ടും ഒരു എൻട്രി കിട്ടിയപ്പോൾ ഈ ഒരു പോയിന്റിൽ 1231ലാണ് ഞാൻ എൻട്രി എടുത്തത്. അപ്പം അത് ശരിക്കും ഈ ഒരു പോയിന്റിലൊക്കെ കയറുകയായിരുന്നെങ്കിൽ കുറച്ചും കൂടി അതെനിക്ക് ഹോൾഡ് ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഈ ഒരു പോയിന്റിൽ കയറിയപ്പോൾ എൻ്റെ ഒരു SL ഞാൻ എപ്പോഴും കൺസിഡർ ചെയ്യുന്നത് 20ൻ്റെ മുകളിൽ ക്ലോസ് വരുമ്പോൾ എക്സിറ്റ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു പോയിന്റിൽ 1242ൽ തന്നെ എനിക്ക് എക്സിറ്റ് ആവേണ്ടി വന്നു ഈ ഒരു കേസിൽ. അപ്പം ഈ ഒരു കേസിൽ ഞാൻ എൻ്റെ എൻട്രി എടുത്തത് 1231ലാണ്. ഞാൻ എക്സിറ്റ് 1242ൽ ഞാൻ എക്സിറ്റ് ആവുകയും ചെയ്തു. അപ്പം 1230ൽ എൻട്രി എടുത്ത് 1241ൽ ഞാൻ എക്സിറ്റ് ആയി. അപ്പം അതിലും എനിക്ക് ഒരു ചെറിയ വലിയ SL എന്ന് പറയാൻ പറ്റില്ല. 45ന് മേടിച്ചിട്ട് ഞാൻ 43ക്കാണ് എൻ്റെ SL പോയത്. ചെറിയ SL ആണെന്ന് പോയത്. പക്ഷേ അത് ആ ട്രേഡ് എനിക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റിയില്ല. അപ്പം ഈ ഒരു പോയിന്റിലേക്ക് ആയിരുന്നെങ്കിൽ ഞാൻ കയറുന്നെങ്കിൽ എനിക്ക് VWAP കൊടുത്താൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എനിക്ക് എക്സിറ്റ് വരില്ലായിരുന്നു. അല്ലെങ്കിലും എക്സിറ്റ് കൊടുക്കുകയാണെങ്കിലും കുറച്ചും കൂടി നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ട് നമ്മൾ ഇറങ്ങുമായിരുന്നു. ഈ ഒരു മൂവും കൂടി നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു. അതിനുശേഷം വീണ്ടും അത് തിരിച്ചു വന്നപ്പോൾ ഞാൻ വിചാരിച്ചു വീണ്ടും ഒരു കണ്ടിന്യൂഷൻ ട്രേഡ് എന്ന രീതിയിൽ ഞാൻ വീണ്ടും ഈ ഒരു പോയിന്റിൽ തന്നെ ഈ ഒരു 12:59 ഈ 1 o'clock ഈ ഒരു പോയിന്റിൽ ഞാൻ വീണ്ടും ഒരു എൻട്രി എടുത്തു. പക്ഷേ വീണ്ടും എൻട്രി എടുത്ത് വീണ്ടും ഇവിടുന്ന് തിരിഞ്ഞു 1-2. പക്ഷേ ഈ ഒരു പോയിന്റിൽ എനിക്ക് ഇത് വീണ്ടും 20ന് മുകളിൽ പോയി, വീണ്ടും ഇത് തിരിഞ്ഞ് 20ന് മുകളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അത് താഴേക്ക് വരില്ല എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ അത് ഈ ഒരു പോയിന്റിൽ തന്നെ 1-3ക്ക് തന്നെ ഞാനിവിടെ എക്സിറ്റ് ആയി. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ അത് ഹോൾഡ് ചെയ്യായിരുന്നു. ചിലപ്പോൾ ഈ ഒരു പോയിന്റിൽ ഞാൻ എക്സിറ്റ് ആവുമായിരിക്കും. ഈ ഒരു മൂവ് എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. പക്ഷേ എന്തായാലും അതൊരു ഏർലി എക്സിറ്റ് ആയിപ്പോയി. അപ്പം അല്ലായിരുന്നെങ്കിൽ ഇതിൽ എനിക്ക് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പം ഈ ഒരു ട്രേഡിലും എനിക്ക് ചെറിയ ലോസാണ് വന്നത്. അപ്പം 12:58ന് എൻട്രി എടുത്തു, 1-3ക്ക് ഞാൻ എക്സിറ്റ് ആയി. അപ്പം ഇവിടെയും അന്ന് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ SL എനിക്ക് എക്സിറ്റ് ആവാൻ പറ്റി. അപ്പം അതും വലിയൊരു പോയിൻറ്റ്സ് SL പോയില്ല.
ഇനി അടുത്ത ട്രേഡ് നോക്കുകയാണെങ്കിൽ വീണ്ടും അത് VWAP-നും 20-ക്കും 9-നും ഒക്കെ മുകളിൽ പോയതുകൊണ്ട് ഞാനത് ലോങ് പോകുന്നുള്ള ഒരു ഇതിൽ ഞാൻ 143-ൽ അടുത്ത എൻട്രി എടുത്തു. അപ്പം 143-ൽ എടുത്തു. പക്ഷെ ഞാൻ എടുത്ത ആ സെയിം ഇതിൽ നിന്ന് തന്നെ വീണ്ടും അത് റിവേഴ്സായി. അപ്പം ആ എടുത്ത സ്പോട്ടിൽ തന്നെ അത് റിവേഴ്സ് ആവുകയാണ് ചെയ്തത്. അപ്പം എൻ്റെ എക്സിറ്റ് ശരിക്കും 20-ൻ്റെ താഴെയാണ്. പക്ഷേ ഇവിടെ തന്നെ എനിക്ക് ഓപ്ഷനിൽ നോക്കിയപ്പോൾ നല്ലൊരു DK വരുന്നത് കണ്ടപ്പോൾ ഞാൻ ഈ ഒരു 149-ൽ തന്നെ ഞാനിവിടെ എക്സിറ്റായി. അപ്പം ഇവിടുന്ന് വീണ്ടും തിരിഞ്ഞ് വരികയാണെങ്കിൽ പിന്നെ VWAP-ന് താഴെ വന്നു കഴിഞ്ഞാൽ എൻ്റെ എക്സിറ്റ് കണ്ടീഷൻ ആയതുകൊണ്ട് ഞാൻ ആ പോയിന്റിൽ തന്നെ ഞാൻ എക്സിറ്റായി. അപ്പം ഈ ഒരു ക്യാൻഡിൽ 149-ൻ്റെ ബിഗിനിങ്ങിൽ 149-ൻ്റെ ബിഗിനിങ്ങിൽ തന്നെ ഞാൻ അത് എക്സിറ്റായി. അപ്പോൾ ഇതിലെനിക്ക് ഒരു അത്യാവശ്യം ഒരു ലോസ് പോയി. അപ്പം 3 ട്രേഡ്സ് എടുത്തു. ഇതിൽ രണ്ടിലും ചെറിയ ചെറിയ ലോസ് ആയതുകൊണ്ടാണ് ഞാൻ മൂന്നാമതും വീണ്ടും കയറിയത്. പക്ഷേ ഇതിൽ കുറച്ച് ഒരു 7 പോയിൻറ്റ് എനിക്ക് SL പോയി. അപ്പം ടോട്ടൽ 3 ട്രേഡ്സാണ് ഞാൻ എടുത്തത്. ഈ 3 ട്രേഡ്സിൽ 3ഉം എനിക്ക് SL അടിച്ചൊരു ദിവസമായിരുന്നു 17-ാം തീയതി. അപ്പം 3നും കൂടി എനിക്ക് ചെറിയ ചെറിയ SL പോയി. അപ്പം ടോട്ടൽ എനിക്ക് അന്ന് എൻഡ് ചെയ്യാൻ പറ്റുന്നത് അന്ന് ഒരു ലോസിലാണ് ഞാൻ എൻഡ് ചെയ്തത്. ഇനിയിപ്പം അടുത്ത ദിവസം നോക്കുകയാണെങ്കിൽ അടുത്ത ദിവസം ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. ഓപ്പൺ ചെയ്ത് ഇവിടെ എനിക്ക് കഴിഞ്ഞ 2 ദിവസം എനിക്ക് മോർണിംഗിൽ ആ മൂവ് എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മോർണിംഗിൽ തന്നെ കയറണം എന്നുള്ള മനസ്സിലൊരിതുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു പോയിന്റിൽ കയറിയത്. 927-ൽ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒരു ലോങ് കിട്ടും. ആ ലോങ്ങിൽ ഏർലി എൻട്രി എന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെ കയറിയതാണ്. പക്ഷേ അത് എനിക്ക് SL അടിച്ചു 127. കാരണം എൻ്റെ SL എടുത്തിട്ടാണ് ഈ ഒരു മൂവ് കിട്ടിയത്. അപ്പം ഇവിടെയും ഞാൻ എൻ്റെ സെറ്റപ്പ് തന്നെ ഞാനത് ഫോളോ ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചൊക്കെ എനിക്ക് SL കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ഒത്തിരി SL പോകും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പോയിന്റിൽ കയറി ഞാൻ ഈ ഒരു ക്യാൻഡിൽ VWAP-ന് താഴെ ക്ലോസ് ചെയ്ത് പിന്നെ അതിനൊരു ഫോളോ ത്രൂ വന്നു കഴിഞ്ഞപ്പോൾ 932-ന് തന്നെ ഞാൻ എക്സിറ്റ് ആവുകയാണ് ചെയ്തത്. എൻ്റെ എൻട്രി വന്നത് 927. ഞാനിവിടെ എക്സിറ്റ് വന്നത് 932. അപ്പം 927-ൽ എൻ്റെ എൻട്രി വന്നു. 932-ൽ തന്നെ ഞാൻ എക്സിറ്റുമായി. അപ്പം അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ട്രേഡ് വന്നത്. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോയി VWAP-ന് താഴെ വന്നു. അതിനുശേഷം വീണ്ടും ഈ ഒരു പോയിന്റിലൊക്കെ എത്തി കഴിഞ്ഞപ്പോൾ വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണ്. അപ്പം ശരിക്കും VWAP-ന് മുകളിലാണ് എൻ്റെ എൻട്രി. പക്ഷേ ഒരു ഏർലി എൻട്രി എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു പോയിന്റിൽ എനിക്ക് ആ ഒരു ക്യാൻഡിൽസിൻ്റെ സ്ട്രക്ചറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ഒരു പോയിന്റിൽ 12 o'clock ഞാനിവിടെ എൻട്രി എടുത്തു. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് കുറച്ചും കൂടി ഹോൾഡ് ചെയ്ത് പിടിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഏരിയയിൽ ഒരു മൂവ് ഇങ്ങനെ ക്രോസിങ് ആയിട്ട് ക്യാൻഡിൽസ് വന്നു കഴിഞ്ഞപ്പോഴും എനിക്കത് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റി. കാരണം ഓൾറെഡി എനിക്ക് ഒരു പ്രോഫിറ്റിലാണ്. അപ്പം അതിനുശേഷം ഈ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് ഏരിയയിൽ എനിക്കത് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റി. അതിനുശേഷം ഞാനിവിടെ എക്സിറ്റ് ആയത് ഒരു 12:30-ക്കാണ് ഞാൻ എക്സിറ്റ് ആയത്. കാരണം എനിക്ക് 1 വീക്കിൽ ഇത് എൻ്റെ 8ാമത്തെ ട്രേഡാണ്. മൺഡേ ഞാൻ 3 ട്രേഡ് എടുത്തു. ട്യൂസ്ഡേ ഒന്നും എടുത്തിട്ടില്ല. വെനസ്ഡേ 3 ട്രേഡ് എടുത്തു. ഇത് തേഴ്സ്ഡേ ട്രേഡായിരുന്നു. തേഴ്സ്ഡേ മോർണിംഗ് ഒരെണ്ണം എടുത്തു. SL പോയി. ഇത് എൻ്റെ 8ാമത്തെ ട്രേഡായിരുന്നു ആ വീക്കിലെ. അപ്പോൾ ഞാൻ ആണെങ്കിൽ ഫ്രൈഡേ ഞാൻ ഇരിക്കുന്നില്ല എന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ ഞാൻ അത് ഒരു ലോസിൽ എൻഡ് ചെയ്യിക്കേണ്ട എന്ന് വിചാരിച്ച് ഞാൻ ഈ ഒരു പോയിന്റിൽ തന്നെ എൻ്റെ ലോസ് എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എക്സിറ്റ് ആവുകയാണ് ചെയ്തത്. അപ്പം ഇതിൽ നോക്കുകയാണെങ്കിൽ 12 o'clock-ന് എടുത്തിട്ട് 12:30-ക്ക് ഞാൻ എക്സിറ്റായി. അപ്പോൾ ഇതിലെനിക്ക് എൻ്റെ ലോസ് എല്ലാം ഈ ഒരു 1 വീക്കിലുണ്ടായിരുന്ന ലോസ് എനിക്ക് ഇതിൽ കവർ ചെയ്യാൻ പറ്റി. ചാർജും ഇതും കഴിഞ്ഞ് വലിയ പ്രോഫിറ്റൊന്നുമില്ല. ഇതിലിപ്പോൾ എൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് കാണിക്കുകയാണെങ്കിൽ 15-ാം തീയതി മുതൽ 19-ാം തീയതി വരെയുള്ള ട്രേഡ്സ് നോക്കുകയാണെങ്കിൽ എൻ്റെ ഗ്രോസ് P&L വന്നത് 850 രൂപയാണ്. ചാർജും ബാക്കി കാര്യങ്ങളും എല്ലാം കഴിച്ച് ആകെ നെറ്റ് P&L എനിക്ക് കിട്ടിയിരിക്കുന്നത് 265 ആണ്. അപ്പം ഇതാണ് എൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് വരുന്നത് 1 വീക്കിൽ. 1 വീക്ക് ഡേറ്റ് ഞാൻ ചൂസ് ചെയ്തത് 1 വീക്കാണ്. 15-ാം തീയതി മുതൽ 19-ാം തീയതി വരെ. അപ്പം ഇതിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും 15-ാം തീയതി എനിക്ക് ഈവൻ കലണ്ടറിൽ എനിക്കത് ഗ്രീൻ ആയിട്ടാണ് ക്ലോസ് വന്നിരിക്കുന്നത്. പക്ഷേ ചാർജും എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് അതൊരു -0.83
ആണ് എനിക്ക് ലോസ് വന്നത്. അത് കോസ്റ്റ് ഈ ഒരു ഡേ എന്ന് പറയുന്നത് കോസ്റ്റ് ആയിരുന്നു. 17-ാം തീയതി ഞാൻ 3 ട്രേഡ് അടിച്ചു. ആ 3 ട്രേഡിലും കൂടി എനിക്ക് ഏകദേശം ഒരു 1000 റുപ്പീസ് 997 എനിക്ക് ലോസ് പോയി. അപ്പം അടുത്ത ഡേ 18-ാം തീയതി എനിക്ക് ഉണ്ടായിരുന്ന ആ ലോസ് എല്ലാം എനിക്ക് ഒറ്റ ട്രേഡിൽ എനിക്കിതിൽ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റി. ഈ ഒരു ഡേ നോക്കുകയാണെങ്കിലും ഇതിൽ എനിക്ക് ഫസ്റ്റ് ട്രേഡ് എനിക്ക് ലോസ് ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീക്കിൽ ഞാൻ 8 ട്രേഡ് എടുത്തു. ആ 8 ട്രേഡിൽ 6 ട്രേഡും എനിക്ക് SL അടിച്ചു. അപ്പം 6 ട്രേഡും SL അടിച്ചു. ഒരെണ്ണം എനിക്ക് കോസ്റ്റ് ആകെ എനിക്ക് ഒരൊറ്റ ട്രേഡാണ് എനിക്ക് പ്രോഫിറ്റായിട്ട് എനിക്ക് കിട്ടിയത്. പക്ഷേ എനിക്ക് ആ ഒറ്റ ട്രേഡ്, ആ പ്രോഫിറ്റായി കിട്ടിയിരിക്കുന്ന ഒറ്റ ട്രേഡ് കൊണ്ട് എനിക്കുണ്ടായിരുന്ന 6 ട്രേഡിൻ്റെയും SL അല്ലെങ്കിൽ എനിക്ക് ലോസ് വന്നത് എനിക്ക് ആ ഒറ്റ ട്രേഡിൽ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റി. അപ്പം ഞാനിതിങ്ങനെ എടുത്ത് പറയുന്നത് ഒരു മണി മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ SL ഏറ്റവും ചെറുതായിട്ട് ചെറിയ SL കയറുന്നതിൻ്റെ ഒരു ബെനിഫിറ്റാണ് ഞാനിവിടെ പറഞ്ഞത്. നമുക്ക് എപ്പോഴും അങ്ങനെ ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പം നല്ല SL പോകും. കാരണം പ്രീമിയത്തിലെ മൂവ്മെൻറ്റ് ചിലപ്പം ഒരു വേരിയേഷനൊക്കെ വരുമ്പോൾ നമുക്ക് ആ ഒരു ക്ലിയർ ആയിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് ചിലപ്പം മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ മാക്സിമം നമ്മൾ ചെറിയ SL കയറുകയാണെങ്കിൽ നമുക്ക് ഒരു 3-5 ട്രേഡ്സ് ലോസ് പോയാലും ഒരൊറ്റ ട്രേഡ് കിട്ടിയാൽ നമുക്ക് ആ ലോസ് പോയത് മുഴുവൻ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് എനിക്ക് ഇതെന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ഉദ്ദേശിച്ചൊരു കാര്യം. അപ്പം മണി മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എനിക്കിതിൽ നിന്ന് വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് കിട്ടിയില്ല. എനിക്ക് നോക്കുകയാണെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ഈ ഒരു എമൗണ്ടിലാണ് ഞാൻ ഓപ്പൺ ചെയ്തത്. പക്ഷേ ക്ലോസിങ് ചെറിയൊരു എമൗണ്ടിലാണ് എനിക്ക് ക്ലോസ് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, എൻ്റെ ക്യാപിറ്റൽ എനിക്ക് സേവ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ എനിക്ക് കോസ്റ്റ് ബാക്കിയുള്ള ചാർജസ് ബാക്കിയെല്ലാം കഴിഞ്ഞിട്ട് ഒരു 200 എനിക്ക് പ്രോഫിറ്റ് എടുക്കാനും പറ്റി. അപ്പം എൻ്റെ ഈ ഒരു ജേർണിയിൽ ഈ വീക്കിൽ ഇതാണ് എൻ്റെ ട്രേഡ്സ്. ഈ രീതിയിലാണ് ഞാൻ എൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.